അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്നാണ്. അതും ഈ ജൂലൈ മാസത്തിൽ ആദ്യത്തേത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ തളപതി വിജയ് നായകനായിട്ട് വരുന്ന ജനനായകനാണ്. ജൂലൈ 23 ഇത് റിലീസാകുന്നത്. ഇതൊരു ആക്ഷൻ പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണ്. ഇതിൻ്റെ ഡയറക്ടർ എച്ച് വിനോദാണ്. മുഖ്യ കഥാപാത്രങ്ങൾ തളപതി വിജയ്, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, പ്രിയാമണി, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ എന്നിവരാണ്. വിജയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന്. ശക്തമായ രാഷ്ട്രീയവും ആക്ഷൻ പ്രാധാന്യവുമുള്ളതായ ഒരു കഥയാണിത്. രണ്ടാമത്തെ സിനിമ റഫ്താർ എന്ന ചിത്രമാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇതിന്റെ റിലീസ് ഡേറ്റ് 24 ജൂലൈ 2026 ഇതിന്റെ ഡയറക്ടർ ആദിത്യ നിംബാൽക്കർ ആണ്. ഇതിൽ അഭിനയിക്കുന്നത് രാജ്കുമാർ റാവു, കീർത്തി സുരേഷ്, രാജിത് കപൂർ എന്നിവരാണ്. ഇത് വേഗത, കുറ്റകൃത്യം, അതിജീവനം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. കൂടുതൽ പ്ലോട്ട് വിശദാംശങ്ങൾ റിലീസിനോടടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഹോളിവുഡ് ചിത്രമായ ദ ഒഡീസിയയാണ്. ജൂലൈ 17 ഇതിന്റെ റിലീസ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നോക്കിക്കാണുന്ന ഒരു അടിപൊളി ചിത്രമാണ് ദ ഒഡീസിയെ. ഹോമറിന്റെ പുരാതന ഗ്രീക്ക് ഇതിഹാസ കാവ്യമായ ദ ഒഡീസിയെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി മാർവൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. റിലീസ് ജൂലൈ 31, 2026. അഭിനയിക്കുന്നവർ ടോം ഹോളണ്ട്, സെൻഡേയ, സാഡി സിംഗ്, ജോൺ. ഡയറക്ടർ ഡസ്റ്റിൻ ഡാനിയൽ ക്രിട്ടോൺ. ഇതിലെ കഥ എന്താണെന്ന് വെച്ചാൽ, ലോകം പീറ്റർ പാർക്കറിനെ മറന്നതിന് ശേഷമുള്ള സ്പൈഡർമാൻ്റെ പുതിയ ജീവിതമാണ്. ഇന്ത്യയിൽ ഐമാക്സ് റിലീസ് ലഭിക്കില്ലെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.